ഇതില് കായൊക്കെ വന്നത് പറിച്ചു. സൈഡിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജഗ്ഗുൻസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ക്രിസ്മസ് വെക്കേഷൻ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരു ദിവസത്തിനാണ് പോണത്, എന്നാലും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ ഓട്ടോക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇക്കക്ക് ലീവായി. അപ്പോൾ ഇക്കൻ്റെ കൂടെയായിട്ട് പോണത്. അപ്പോൾ വീട്ടിലേക്ക് പോണതും വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇവിടെ സ്കൂൾ കൊണ്ടുപോയിക്കാണ്ട് അങ്ങനെ ഇതാ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുഞ്ഞു സ്വർഗ്ഗം കേട്ടോ. ഇവിടെ ഞാനും എൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അമ്മമ്മ പുറത്തേക്ക് വരുന്ന പോലെ എന്തോ പഠിക്കുന്ന പണി എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഇതാ ഓല് മോള് വരൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് എന്തോ പിന്നെ ഓൾക്ക് ഇവിടെ ആരും കളിക്കാനില്ല പറഞ്ഞിട്ട് ഓൾ പോരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ പോകുന്നില്ലേ എന്ന് ചോദിച്ചു കേട്ടോ അമ്മമ്മ ഉമ്മച്ചിയും. പിന്നെ ഞങ്ങൾ വാപ്പാപ്പ കേട്ടോ. വാപ്പാപ്പ പറഞ്ഞാൽ ഉമ്മമാൻ്റെ മൂത്ത പുത്ര കേട്ടോ. ഉമ്മമ്മക്ക് വാപ്പാപ്പക്ക് വലിയ സുഖമൊന്നുമില്ലെങ്കിലും എന്തൊക്കെയോ തൊടുവിൽ പണിയാണ്. അപ്പോൾ ഇക്ക അവരോട് ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ ഉമ്മച്ചി ഇതാ ഞങ്ങൾക്ക് ഇവിടെ ജ്യൂസ് അടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ ഉമ്മച്ചി ഇവിടെ റെഡി ആക്കി വെച്ച് ഇനി നിങ്ങൾ വരുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കു ജ്യൂസാണ് ഉമ്മച്ചി അടിക്കണത്. ഇത് ഞങ്ങൾ വീട്ടിൽ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായത് കേട്ടോ. ചിക്കു വാങ്ങിയതല്ല. അപ്പോൾ ആ ജ്യൂസൊക്കെ അടിച്ചു. പിന്നെ ഉമ്മച്ചി ഇവിടെ അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുക്കളയിൽ ഇവിടെ പണിയായിട്ടായിട്ട് ആകെ നേരത്തെ കിടക്കുന്നുണ്ട്. അവരിവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലേനി തോന്നുന്നു. പിന്നെ ചോറ്, പിന്നെ ഇടിച്ചക്ക തോരനുണ്ട്. പിന്നെ ഒരു മെയിൻ ഐറ്റം ഉണ്ട് കേട്ടോ. ഇതാ അവിടെ ഈന്തുംപൊടി. ഇത് ഒക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ലേ? അപ്പോൾ പണ്ടത്തെ അമ്മമാരും വാപ്പപ്പാരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കലുണ്ടാവും. ഞങ്ങളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ ഈന്തുംപൊടി. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2-3 ഈന്തുണ്ട്. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. ഞങ്ങൾ പിന്നെ നമ്മളവിടെ തൊടുക്ക് പോകാറുണ്ട് കേട്ടോ അമ്മമ്മ. വെറുതെ ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ വന്നപ്പോൾ അങ്ങോട്ട് പോവല്ലേ വെച്ചപ്പോൾ ഞങ്ങൾ പോവാം കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഞങ്ങളുടെയൊക്കെ ഒന്ന് പോയി ഞങ്ങൾ വീട്ടിലേക്ക് ഒന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഉച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഉച്ചയായി ഒരു 1:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നിട്ട്, അപ്പോൾ ചോറിന് ഈന്തുംപൊടി ഉണ്ട്. ഈന്തുംപൊടി പിന്നെ ചോറ് കൂട്ടി കഴിക്കാനല്ല, സെപ്പറേറ്റ് കഴിക്കാൻ. പിന്നെ ചോറ്, പിന്നെ ബീഫ് ഫ്രൈ, ഇടിച്ചക്ക തോരന്, ബീഫ് കറി, പിന്നെ വീട്ടിൽ തന്നെ ഇട്ട അടിപൊളി മാങ്ങ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചു. അസ്സലാമു അലൈക്കും. ആൽജോട്ട് കൂടെ പറയല്ലേ? പറയാനൊന്നുമില്ല, കാലുകൾക്കടാണ് നടക്കാൻ വയ്യ. ചോറൊക്കെ തിന്നതിന് ശേഷം എനിക്ക് വീട്ടിലേക്ക് പോയിട്ട് എന്തൊക്കെ തിരക്കുണ്ട്, കുറേ സൈറ്റിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി എന്തോ നന്നാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പോകണത് വലിയ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും എന്തോ ഒന്ന് കരഞ്ഞൊന്നും ചെയ്തില്ല. അവിടെ കളിക്കാനൊക്കെ കുറേ എന്തൊക്കെ കണ്ടതാ തോന്നുന്നു. ടാറ്റ കൊടുത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം ഒക്കെ വരും ഞങ്ങൾ കൊണ്ടുപോകാൻ. ഒരു ദിവസമായിട്ടൊന്നും നിൽക്കുള്ളൂ ഉള്ളതിനെ കൊണ്ട്. എന്നാലും നല്ല രസമാണ് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇക്ക പോയിട്ടോ. പരിപാടിക്ക് പോകാനുണ്ട്. കുട്ടികൾ വരുന്നുണ്ട്, നേരം പറ്റി പിന്നെ ഉമ്മ ചോറ് തന്നപ്പോൾ ഞങ്ങളിങ്ങ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഓരോ തമാശയൊക്കെ ഇങ്ങനെ പറയട്ടോ.
പിന്നെ കുട്ടികളിഞ്ഞ് കളി തന്നെ, കുട്ടികൾ ഉമ്മച്ചിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടെന്നൊക്കെ കേടെടുത്തുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ. പിന്നെ ഇതാട്ടോ, ഈ കൊട്ട നിറച്ചുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. സപ്പോട്ട ഇതൊക്കെ തിന്ന് തീർന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ജ്യൂസ് അടിക്കാനും ഒന്നും തന്നെയാണ്. അപ്പോൾ നല്ല മധുരമുള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ, നമ്മൾ വാങ്ങണതിലേറെ രസമാണല്ലോ വീട്ടിൽ നമ്മൾ പഴുപ്പിച്ചെടുക്കുമ്പോൾ. നല്ല ടേസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് കഴിച്ചു. പിന്നെ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈന്ത്. അങ്ങനെ 2-3 ഈന്തുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഇതുമത്തെ ഈന്തിൻ്റെ കായൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ, പറിച്ച് ഉണക്കിയിട്ടതാണ്. അപ്പോൾ ഇനി ഉണ്ടായി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ വലിയ പിന്നെ ഇത് ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള ഈന്താട്ടോ. പിന്നെ കുറച്ച് ഞങ്ങളെ അപ്പുറത്ത് തൊടുവിലും 2-3 ഈന്തുണ്ട്. അപ്പം ആദ്യമൊക്കെ നല്ലോണം ഉണ്ടാവലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം കുറവായിട്ട് ഉണ്ടാവൽ. പണ്ടൊക്കെ അമ്മമ്മ പറയും എന്താ ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ നല്ല നമ്മൾ രസത്തിന് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കി കഴിക്കുന്നത്. അന്നൊക്കെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇത്ര ആർഭാടും ഡെക്കറേഷനും ഇറച്ചിയൊന്നും ഇല്ലാതെ അങ്ങനെ വെച്ചിട്ട് തിന്നലേനു എന്നാണ് പറഞ്ഞത് അമ്മമ്മയൊക്കെ. അപ്പോൾ അന്ന് ഇറച്ചി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടൂലല്ലോ. ഇപ്പോൾ നമ്മൾ വർഷത്തിൽ 1-2 ഒക്കെ വട്ടം ടേസ്റ്റിന് വേണ്ടി അത് ഇതും കൂടി ഉണ്ടാക്കുക എന്നുള്ളൊരു രസത്തിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിലുണ്ടാക്കി കഴിക്കും അല്ലേ. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും. പണ്ട് അങ്ങനെയൊന്നും അല്ലേനി. അന്ന് തിന്ന് മടുപ്പേരിന്ന് അമ്മ പറഞ്ഞത്. തിന്നാൻ കഴിയായിട്ട് ഒന്നും അതൊക്കെ തന്നെ ആയിട്ട് ഈന്തും പനയൊക്കെ ആയിട്ട് മടുപ്പേനു എന്നാണ് അമ്മമ്മയൊക്കെ പറയല് കേട്ടോ. പിന്നെ ഇത് ഉമ്മച്ചിൻ്റെ കുറച്ച് കൃഷികളൊക്കെ കേട്ടോ. ഇതിനെ കൃഷിയൊന്നുമല്ല, അത് നമ്മളെ വീട്ടിലുണ്ടായത് ആഫ്രിക്കൻ മല്ലി. ഇത് കുറച്ച് മുളക്, തഴുതാമ അങ്ങനെയൊക്കെ കേട്ടോ. മുളകിൻ്റെ ഇലക്കൊക്കെ എന്തോ കേട് പറ്റുന്നുണ്ട്, എന്തോ കേട് വരുന്നുണ്ട്, ഒരു ചടപ്പുണ്ട്. പിന്നെ ഇനി മക്കൾ കളി തന്നെ കേട്ടോ. അവർക്ക് ഇനി മണ്ണിൽ കളി എവിടെ എത്തിയിട്ട് കേട്ടോ. അവർക്ക് മണ്ണിൽ ഉള്ള കളി അവിടുന്ന് അങ്ങനെ മണ്ണിലൊന്നും കളിക്കുകയില്ല. ഇവിടുന്ന് ഫുള്ള് മണ്ണിൽ കളി തന്നെ കേട്ടോ. പിന്നെ മമ്മ ഇതാ തെച്ചെണ്ണ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. തെച്ചെണ്ണ അമ്മമ്മക്ക് എന്തോ ഒരു സംഗമം ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഓട്ടോറിക്ഷ വിളിച്ചു തരാറിട്ടൊക്കെ വേണ്ടമ്മ നടന്നു പോയിക്കോളാറ്. നമുക്ക് നല്ല കാലുവേദന കേട്ടോ. പക്ഷെ അമ്മമ്മ ഒരു വടിയും കുത്തി പിടിച്ചാണ് എല്ലായിടത്തേക്കും പോവുക. കടയ്ക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അമ്മമ്മ തന്നെ കേട്ടോ ഇവിടെ പോകൽ. അമ്മമ്മക്ക് തന്നെ പോകണം, എന്നാലേ അമ്മമ്മക്കൊരു തൃപ്തിയാവുള്ളൂ. അങ്ങനെ ഇതാ പോകാനും നിൽക്കുകയാണ്. ഇപ്പോൾ അമ്മമാനിപ്പോൾ പോകണം പറയാം കേട്ടോ. അമ്മമാക്കൊല്ലൊന്നും കൊണ്ടുപോകാൻ കഴിയൂല. അപ്പോൾ ഇതാ അമ്മമ്മ അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റൊക്കെ തന്ന് അമ്മമ്മ പോവാണ് കേട്ടോ. പിന്നെ ഇതാ മാരിപ്പായിട്ടുണ്ട് കേട്ടോ അമ്മമ്മ തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ ഓല് പിന്നെ അങ്ങനെയാണല്ലോ. ഞാൻ പറയും അമ്മമ്മ കുറേ മിഠായി ഒന്നും വാങ്ങിയെടുക്കണം, അവർക്ക് കുറേ സാധനം വളരെയുണ്ടായിരുന്നു. എന്നാലും ഓലോട് കഴിയണ മാതിരി എല്ലാം അവർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഉമ്മച്ചികളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. പിന്നെ രാത്രിയായി ഞങ്ങളെ എഴുതാല ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോംവർക്കുകളൊക്കെ ചെയ്യണം. കുറേ വെക്കേഷനായപ്പോൾ കുറച്ച് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെയ്യിപ്പിക്കുകയാണ് അവളെ. പിന്നെ അതൊക്കെ ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഉറങ്ങിയപ്പോൾ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.